ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ 28ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പുതിയ ട്രാൻസ്ഫർ റൂമറുകളും വാർത്തകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ഇല്യ സബാർണിയാണ്. അതായത് ബേൺമൗത്തിൻ്റെ പ്രതിരോധ നിര താരമാണ് ഇദ്ദേഹം. സബാർണിയെ സ്വന്തമാക്കാൻ PSG താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, കാര്യങ്ങൾ അവർ വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ഓഫർ താരത്തിന് വേണ്ടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ PSG ഉള്ളത്. നാസർ അൽ ഖലീഫി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി രണ്ടാമത്തെ താരം അത് കെനാൻ യിൽദിസ് ആണ്. അതായത് യുവന്റസിന് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് യിൽദിസ്. 2 പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി ക്ലബിനെ സമീപിക്കുകയും വലിയ ഓഫർ നൽകാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ടാലന്റിനെ കൈവിടാൻ ഇപ്പോൾ യുവന്റസ് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ താരം അത് ജാവോ ഫെലിക്സ് ആണ്. ഈ താരത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ബെൻഫിക്ക തുടരുകയാണ്. പെർമനന്റ് ആയിക്കൊണ്ട് എത്തിക്കാൻ ക്ലബ്ബ് ഒരുക്കമാണ്. ജോർഹെ മെൻഡസും ഇരു ക്ലബ്ബുകളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ താരം അത് പൗ വിക്ടർ ആണ്. FC ബാഴ്സലോണയുടെ താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു. SC ബ്രാഗയാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ആകെ 15 മില്യൺ യൂറോയാണ് ബാഴ്സക്ക് ഈ ഒരു ട്രാൻസ്ഫറിൽ ലഭിക്കുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് സാമുവൽ ലിനോയാണ്. ഈ താരത്തെ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 22 മില്യൺ യൂറോയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നാണ് ലിനോ ഇപ്പോൾ ഫ്ലമംഗോയിൽ എത്തുന്നത്. ഡാനിലോ, ജോർഹിഞ്ഞോ, സൗൾ, എമേഴ്സൺ തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങളെ സമീപകാലത്ത് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഫ്ലമംഗോ. ഇനി ആറാമത്തെ താരം അത് ജൂൾസ് കൂണ്ടയാണ്. ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും രംഗത്ത് വന്നിരുന്നു. എന്നാൽ താരത്തെ കൈവിടാൻ ബാഴ്സലോണ ഒരുക്കമല്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. 2030 വരെയുള്ള ഒരു പുതിയ കരാറിലായിരിക്കും കൂണ്ടെ ഒപ്പുവെക്കുക. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഏഴാമത്തെ താരം അത് ജെയിംസ് ട്രഫോർഡ് ആണ്. ഈ ഗോൾ കീപ്പറെ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 27 മില്യൺ പൗണ്ടാണ് ഈ ഗോൾ കീപ്പർക്ക് വേണ്ടി സിറ്റി ചിലവഴിക്കുന്നത്. മറ്റു ചില ക്ലബ്ബുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ന്യൂകാസിൽ യുണൈറ്റഡ് ശ്രമിച്ചിരുന്നു. പക്ഷേ ട്രഫോർഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ബേൺലിയിൽ നിന്നാണ് ഇദ്ദേഹം ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തുന്നത്. ഇനി എട്ടാമത്തേത് ഒരു പരിശീലകനുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ്രിയ പിർലോ, അതായത് UAE ക്ലബ്ബായ യുണൈറ്റഡ് FCയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് പിർലോ ചുമതലയേറ്റിട്ടുണ്ട്. നേരത്തെ യുവന്റസിന്റെ പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പിർലോ. ഇനി ഒൻപതാമത്തെ താരം അത് വെസ്ലിയാണ്. ഈ താരം റോമയിലേക്ക് എത്തിയ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 25 മില്യൺ യൂറോയാണ് ഇപ്പോൾ റോമ ചിലവഴിക്കുന്നത്. കൂടാതെ 5 മില്യൺ യൂറോ ആഡോൺസും വരുന്നുണ്ട്. ഗ്യാസ്പെറിനിയുടെ ഒരു താല്പര്യപ്രകാരമാണ് റോമ ഈ ഒരു റൈറ്റ് ബാക്കിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 10ാമത്തെ താരം അത് ലുക്മാൻ ആണ്. ഈ താരത്തെ യുവന്റസിന് 50 മില്യൺ യൂറോക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് അറ്റ്ലാന്റയുള്ളത്. എന്നിട്ട് പകരം കിയേസയെ ലിവർപൂളിൽ നിന്നും എത്തിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി 11ാമത്തെ താരം അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഈ താരത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടരുകയാണ്. അതായത് യുണൈറ്റഡിന്റെ പരിശീലകനായ അമോറിമിന് താല്പര്യമുള്ള ഒരു താരമാണ് എമി. ലോൺ അടിസ്ഥാനത്തിൽ എത്തിക്കാൻ വേണ്ടി ഒരു ഓഫർ യുണൈറ്റഡ് നേരത്തെ നൽകിയിരുന്നു. പക്ഷെ അത് വില്ല റിജക്റ്റ് ചെയ്തു. പക്ഷെ യുണൈറ്റഡ് ഗോൾ കീപ്പർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. 40 മില്യൺ പൗണ്ട് ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 12ാമത്തെ താരം അത് ഡുസാൻ വ്ളഹോവിച്ച് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമുണ്ട്. 30 മില്യൺ യൂറോയാണ് വിലയായിക്കൊണ്ട് വരുന്നത്. അതേസമയം മറ്റൊരു താരമായ നൊഹുവേൽ മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടുകൊണ്ട് യുവന്റസിലേക്ക് ചേക്കേറിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 13ാമത്തെ താരം അത് ഇസാക്കാണ്. ഈ താരം ലിവർപൂളിലേക്ക് പോകാൻ മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റു ക്ലബ്ബുകളുമായൊന്നും ചർച്ചകൾ നടക്കുന്നില്ല. എന്നാൽ ന്യൂകാസിൽ യുണൈറ്റഡ് 172 മില്യൺ യൂറോ താരത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി 14ാമത്തെ താരം അത് റൊണാൾഡ് അരോഹോയാണ്. ഈ താരത്തിന്റെ ആസ്കിംഗ് പ്രൈസ് ഇപ്പോൾ FC ബാഴ്സലോണ കുറച്ചിട്ടുണ്ട്. 50 മില്യൺ യൂറോയാണ് ആസ്കിംഗ് പ്രൈസ് ആയി കൊണ്ടുവരുന്നത്. പക്ഷെ ഇതുവരെ താരത്തിന് വേണ്ടി ബാഴ്സക്ക് ഓഫറുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
ഇനി 15ാമത്തെ താരം അത് ആന്റണിയാണ്. ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോ ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സമീപിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആന്റണി ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബ്രസീലിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ആന്റണി ബോട്ടഫോഗോയെ അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.